ഹലോ. ആ എന്നാ എടുക്കുവാ? ഞാനൊരു കിളിയെ ഉന്നം വെക്കുവാ. എന്നിട്ട് കിളി ഇപ്പൊ എന്നാക്കെ ചെയ്യുന്നു? സോപ്പ് തേച്ചോണ്ടിരിക്കുക. അപ്പൊ കിളിയല്ല ഉന്നം, കുളിയാണ്. നീ വല്ല ഡയലോഗ് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. എന്നാ എടാ ഞാനൊരു അമ്പയത്തിന്റെ കോച്ചാണെന്ന കാര്യം നീ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ അറിഞ്ഞിട്ട് ഈ അമ്പയത്തിന്റെ കോച്ച് അയക്കണം. എടാ എല്ലാം അറിഞ്ഞിട്ടാണോ എല്ലാരും വന്ന് ഇതെല്ലാം പഠിപ്പിക്കണത്? ആണോ? അറിയാമോ? നീ നോക്കിയിരിക്കാൻ വാമപ്പ് ചെയ്ത്. ഹലോ 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 എക്സ്ക്യൂസ് മീ, ഇതിൽ ആരാ? കൊച്ചാരാണ്? ഇതിൽ കൊച്ചില്ല, ഞങ്ങൾ രണ്ടുപേരും മൂത്തതാ. അയ്യോ അതല്ല ചോദിച്ചത്, ഇതിൽ ഈ അമ്പയത്ത് പഠിപ്പിക്കുന്ന കോച്ച് ആരാണ്? അത് കോച്ച്? അതെ. ദീർഘം കയറ്റി പറയണം, ഇല്ലേ സംഭവം കൈവിട്ടു. ആണാണ് കോച്ച്, ഇതെന്റെ സഹായി ടിറ്റോ. ഓക്കെ, അപ്പളേ ഇനി എത്രയും വേഗം സമയം കളയാതെ പെട്ടെന്ന് അമ്പയത്ത് പഠിപ്പിക്കൂ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പെട്ടെന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റുന്ന ഒരു സംഭവമല്ല അമ്പയത്ത്. ആണോ? നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് ആദ്യം തിരിച്ചറിയണം. എനിക്ക് യോഗ്യത ഉണ്ട്. അത് നീ അങ്ങ് പറഞ്ഞാൽ മതിയോ? എനിക്ക് ചില ടെസ്റ്റുകളുണ്ട്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. അത് ഓക്കെ ആണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞിരിക്കും, ചോദിച്ചോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? സൂക്ഷ്മദൃഷ്ടി. എന്നാ നീ സൂചി കൂടെ നൂല് കോർക്കാൻ വന്നേക്കോണോ? മറിഞ്ഞോട്ടും കേട്ട് പഠിച്ചോണം. ടിറ്റോ പറഞ്ഞു കൊടുക്കൂ, ഒരു അമ്പയത്തുകാരന് ആദ്യം വേണ്ടത് എന്താണ്? അതെന്താ സാധനം? പേരെഴുതിയ ജേഴ്സി. പേരില്ലാത്ത ജേഴ്സി ഇട്ടാ നീ അമ്പ് വിടത്തില്ലേ? ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ കൂടെ കൊണ്ടു നടന്നത്. കേട്ട് പഠിച്ചോണം. എന്റെ പ്രഥമ ശിഷ്യൻ ജീവ ഇവിടെ ഇരിപ്പുണ്ട്. അടുത്ത ഒളിമ്പിക്സിനുള്ള മെഡൽ ഞാൻ പുള്ളിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ആണോന്ന് പുള്ളിനെ കുറിച്ച് അറിയില്ലേ? ഇല്ല. നിങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടൊന്നുമില്ലേ? ഇല്ല. എടാ ലവ് ചിഹ്നത്തിനാകും വഴി ഒരു അമ്പ് കയറി പോണ കണ്ടുണ്ടോ? അത് വിട്ട ആള് പുള്ളിയാ. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്, അറിയാൻ മേലായിരുന്നു. അത് പുള്ളി പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പൊ കേട്ടോ, ഒരു അമ്പയത്തുകാരൻ ആദ്യം വേണ്ടത് എന്താണ്? പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവ്. ബീവറേജ് എന്ന് കൈയിട്ടപ്പോ ചോദിച്ച സാധനം ഇല്ല, പെട്ടെന്ന് തീരുമാനം എടുക്കാൻ ഏതാണ്? അതാണോ ഉദ്ദേശിച്ചത്? ഈ വെളിവില്ലാത്തവനെയാണല്ലോ ഞാൻ ബൂസ്റ്റ് ചെയ്തത്. മിണ്ടണ്ട, ഞാനിത് ഡീൽ ചെയ്തോളാം കേട്ടോ. ഒരു അമ്പയത്തുകാരൻ ആദ്യം വേണ്ടത് നല്ല മൊനയുള്ളൊരു അമ്പ്. അല്ല ചുമ്മാ വില്ലും കൊലപ്പിച്ച് അമ്പങ്ങ് പോയല്ല, അമ്പ് വേണം കയ്യിൽ. ഭയങ്കര ബ്രില്യൻസ്. ഇടാ തന്നെയല്ല, നീ ആദ്യം പഠിക്കാൻ വന്നല്ലേ. നമ്മൾ കായിക തരംഗങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ഫുഡ് നമ്മൾ കൺട്രോൾ ആയിരിക്കണം. ചുമ്മാ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. പാടില്ല. കപ്പയും ബോട്ടിയും കഴിക്കാലോ. ഒളിമ്പിക്സിന് പോണ നീയാണോ കപ്പയും ബോട്ടിയും കഴിക്കാൻ പോണില്ല? തട്ടുകളിലൊക്കെ കപ്പയും ബോട്ടിയും കഴിച്ചിട്ട് വയറ് കംപ്ലൈന്റ് ആയാൽ ഒളിമ്പിക്സിൽ അമ്പ് വലിച്ചിങ്ങനെ പിടിച്ചാൽ വിടാൻ പറ്റത്തില്ല. മനസ്സിലായോ? പല വഴിക്കും പല അമ്പും പോകും. കായിക താരം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രീം ബിസ്ക്കറ്റ് പ്രത്യേകിച്ച് പറയാൻ വേണ്ട. ഒള്ളി ആരോ റൂട്ട്. ആരോ റൂട്ടോ? എടാ അമ്പയത്തല്ലേ ആരോ, ആ റൂട്ടിൽ വേണം പിടിക്കാൻ. അപ്പൊ കോച്ച് ഇത്രയും നാളെ ഈ ബിസ്ക്കറ്റ് കഴിച്ചാണ് പിടിച്ചിരുന്നത്? കോച്ചിന്റെ വീട്ടിൽ മിക്കവാറും നോണല്ലേ? നോണാണോ? പിന്നെ കോച്ച് അമ്പെടുത്ത് വിട്ടോ അന്ന് ആ വീട്ടിൽ നോണാണല്ലേ? സത്യമായിട്ട് ഇന്നലെ അമ്പെടുത്ത് വിട്ടു, ഇന്ന് മട്ടൻ കറിയാണ് ഇവിടെ. നീയാക്കി ഇതെന്തെങ്കിലും അവനോട് പറയുന്നത്? പിന്നെ രാഘവൻ ചേട്ടൻ ആടിനെ അമ്പെയ്ത് കൊല്ലത് ഞാൻ പറയണ്ടേ? അതിനുള്ള പൈസ ഞാൻ നാളെ കൊടുത്തോളാം. അത് കൊടുത്തോ. അതിന്റെ കൂട്ടത്തിൽ 2 ദിവസം മുന്നേ കൊന്ന കോഴിയുടെ പൈസ കൊണ്ട് കൊടുക്കണം അമ്മണി ചേച്ചിയുടെ. നിങ്ങൾ എന്താണ് ഈ കുസൂചിപ്പ്? എന്താണ് അവൻ പറയട്ടില്ല? അവൻ ഇപ്പൊ അമ്പയത്ത് പഠിക്കണത്. കണ്ണു മിഴിക്കേണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കുകയല്ല. അവരിൽ എനിക്കൊരു മെഡൽ പ്രതീക്ഷയുണ്ട്, ഒരു ഒളിമ്പിക്സ് മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക്സിൽ എന്നെ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. അതിനെ പെട്ടെന്ന് എന്നിലൊരു പ്രതീക്ഷ. നിന്റെ പേരെന്നാന്ന്? പ്രതീക്ഷ. അതിലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് ഞാൻ പിടിക്കും. ആ പ്രതീക്ഷ എനിക്കുണ്ട്. കോച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോച്ച് സത്യത്തിൽ ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ചോദിച്ച കേട്ടില്ലടാ? ഞാൻ കേട്ടു. നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? 1982 ഒളിമ്പിക്സ് അമേരിക്കയിലാണോ ഗ്രീസിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഗ്രീസിലായിരിക്കും. അതിനാ നിന്നോ നന്നായിട്ട് വഴുക്കുന്നുണ്ട്. ആ ഗ്രീസ് ഒളിമ്പിക്സിൽ ഞാൻ ഇവിടെ അമ്പയത്തിനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഗുസ്തി പിടിച്ചാ തിരിഞ്ഞു വന്നത്. നിങ്ങൾ എന്തിനാണ് ഗുസ്തി പിടിക്കാൻ വേണ്ടി പോയി? നിങ്ങൾ അമ്പയത്തിനല്ലേ പോയേ? അപ്പൊ പിന്നെ അമ്പല്ലേ ചെയ്യേണ്ടത്? വെളിവില്ലാത്തവനെ, ഞാൻ ഇവിടുന്ന് അമ്പയത്തിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ റൂമില്ല, റൂം എടുക്കാൻ വേണ്ടി ഗുസ്തി. പിന്നെ അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അതിന് ടോക്കന് വേണ്ടി ഗുസ്തി. പിന്നെ വൈകിട്ട് തന്നെ അടിക്കാൻ ബ്യൂറേ ചെന്നപ്പോ അവിടെ ഗുസ്തിയോട് ഗുസ്തി. എന്നിട്ട് പറയുന്നു അവിടെ പോയിട്ട് ഇവിടെ വന്നവരെ ഗുസ്തിയോട് ഗുസ്തിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് ഗുസ്തിക്ക് പങ്കെടുക്കാൻ പോയ പറയാറുണ്ട്? മതിയായിരുന്നല്ലോ, ഇത് അവിടെ ചെന്നപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ വേറെ സംഭവമുണ്ട്. ഞാൻ അമ്പയത്തിനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് വിറക്കും, ഒന്ന് ഞെട്ടും. അതുകൊണ്ടൊന്നുമല്ല, ഈ പുള്ളി എങ്ങോട്ടാണ് അമ്പയ് പോലും അറിയത്തില്ല സത്യമായിട്ട്. അങ്ങനെ പറഞ്ഞത് അതെന്നെ അവന്മാർ ഒരു അമ്പ് വിടുമ്പോ ഞാൻ 3 അമ്പ് വിടും. എന്റെ അവനാട് ഇഷ്ടം പോലെ അമ്പുണ്ടല്ലോ, എനിക്ക് വിടാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് തന്നെയല്ല,
ഒളിമ്പിക്സിന് പോയ ഒരു രസം എന്റർടൈൻമെന്റാ. അതിനാണ്? അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിന് തലേ ദിവസം ആ. ഒരു സൗഹൃദ മത്സരമുണ്ട്. അതായത് നമ്മുടെ ഫുട്ബോളിന്റെ ഒക്കെ സൗഹൃദ മത്സരം പോലെ സെയിം ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സൗഹൃദ സൗഹൃദ മത്സരം. മത്സരം. അതെങ്ങനെയാണ്? കഴിഞ്ഞ ഒളിമ്പിക്സിന് ആ. ഞാന് ജപ്പാൻകാരൻ, അമേരിക്കക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ ഞങ്ങളെല്ലാം കൂടെ ഒളിമ്പിക്സിന്റെ അമ്പലത്തിന്റെ തലേദിവസം ഒരു 7 മണിയോട് കൂടി അങ്ങ് ഒത്തുകൂടി. എന്നിട്ട്? ഏ? എന്നിട്ട് ഒരു ആവനാഴി പൊട്ടിച്ചങ്ങ് വെച്ചു. അവനായി പൊട്ടിച്ചു അതിനാണ് അവനായി പൊട്ടിച്ചു വെക്കണേ. എടാ വിദേശത്തൊക്കെ ആവനാഴി അമ്പു എന്നെ സീൽ ചെയ്താ അത് പൊട്ടിക്കാതെ അമ്പെടുക്കാൻ പറ്റും. ഇത് പൊട്ടിച്ചങ്ങ് വെച്ചതും ജപ്പാൻ കയറി ഒരു ഒരൊറ്റ വീട്. ജപ്പാൻ ഭയങ്കര സ്പീഡാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറിയ ആ പൊട്ടിച്ച വഴി അവൻ വിട്ടു. ഇത് കണ്ടപ്പോ ആസ്ട്രേലിയക്കാരൻ ഫ്ലെമിങ് അവൻ ഇത് കണ്ടപ്പോ സഹിച്ചില്ല, അവൻ ചാടി 2 അമ്പ് വിട്ടു. ഡേഞ്ചറാണ് എനിക്കറിയാം. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നമ്മുടെ കൈവിട്ട് പോകും, നമ്മുടെ നിലവാരം തകരും. നോക്കി നിൽക്കാൻ പറ്റുമോ? ഒട്ടും ഞാൻ ചാടിക്കറി 3 അമ്പങ്ക് വിട്ടു. 3 അമ്പ് വിട്ടു. 3 അമ്പ് വിട്ടപ്പോ നമ്മൾ ഈ ആഘോഷത്തിൽ നിൽക്കുമല്ലേ, അമേരിക്കക്കാരൻ ഗിൽബർട്ട് അവൻ ഞങ്ങളെ വെട്ടിച്ച് 4 അമ്പ് വിട്ടു. എനിക്ക് വിശ്വസിക്കാൻ പാടില്ല. എന്നാ വിടിയില്ല അവൻ. ഉയ്യോ, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഇത്. ഞാൻ പയ്യെ നോട്ട് നോക്കിയപ്പോ അവനാടിന്റെ മൂട്ടി 1.5 അമ്പ് കത്തിച്ചുണ്ടാവും. അവനായിയുടെ മൂട്ടില് 1.5 അമ്പോ? 1.5 അമ്പ്? അരയമ്പായിട്ട് ഒരമ്പ് ഒടിഞ്ഞിട്ട് പകുതിയുള്ളു, പകുതി എങ്ങോണ്ടോ. അപ്പൊ ഈ അരമ്പൊക്കെ വിടുവോ? പിന്നെ നിവൃത്തിയില്ല. ഞാൻ എന്നാ ഇത് ആ 1.5 അമ്പ് ഡ്രൈ ആയിട്ട് അങ്ങ് വിട്ടു. ഡ്രൈ ആയിട്ട് അമ്പ് വിട്ടെന്ന് പറഞ്ഞാ? എടാ, അമ്പ് വിടുമ്പോ ഒരു പൗഡർ മുക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഗ്രിപ്പിന് വേണ്ടി വന്നു. അന്ന് പൗഡർ ഇല്ലാതെ ഡ്രൈ ആയിട്ട് പിന്നല്ല. പിന്നെ വേറൊരു വിഷയമുണ്ട്. ഈ സൗഹൃദ മത്സരം കഴിഞ്ഞ് തീരാറാകുമ്പോ ഞങ്ങളെല്ലാം കൂടെ ഒരു ലവ് അമ്പ് പിടിയിലുണ്ട്. അമ്പില് ലവ് അമ്പോ? ലവ് അമ്പ് എന്ന് പറയുമ്പോ എല്ലാരും കൂടി ഒരമ്പങ്ങ് വിടും. അതാണ് ലവ് അമ്പ്. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ സൗഹൃദ മത്സരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെട്ടി പൊളക്കണ തലവേദന. അമ്പ് വിട്ട തലവേദന എടുക്കുവോ? പിന്നെ തലവേദന അടിക്കല്. അമ്പ വിട്ട് കുറച്ച് തലവേദന ബ്രാൻഡ് മാറി അമ്പ് വിട്ടാ പിന്നെ തലവേദന. ബ്രാൻഡ് ഉണ്ടോ? ഒത്തിരി ബ്രാൻഡ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇവിടത്തെ ബ്രാൻഡ് അവിടെ കിട്ടത്തില്ല. അപ്പൊ കിട്ടുന്ന ബ്രാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചാത്തൻ ബ്രാൻഡാണ് പറയേണ്ട. അമ്പില് ചാത്തൻ ബ്രാൻഡ് അങ്ങനെ അമ്പുണ്ടോ? ചെറു ചോരയുടെ കളറുള്ള ചാത്തൻ അമ്പുണ്ട്. അത് അടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. പിന്നെ കുളിച്ചെഴുന്നേറ്റ് വന്ന ഒരു 2 നല്ല അമ്പ് അങ്ങ് വിടും, അതോടെ ലെവലാകും. ഞാൻ പിന്നെ വേറെ കാര്യം ചോദിക്കാൻ വന്നത്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നതാടാ? ഞാൻ ഇങ്ങനെ ഒരു അമ്പ് വിട്ട് കഴിയുമ്പോ അമ്പ് കുറച്ച് ദൂരം ചെല്ലുമ്പോ 10 അമ്പായിട്ട് പോകണം, പിന്നെ 100 അമ്പായിട്ട് പോകണം, പിന്നെ 200 അമ്പായിട്ട് പോകണം. പ്രതീക്ഷേ, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന അമ്പെയ്ത്താണ്, അല്ലാതെ ഗ്രാഫിക്സ് അല്ല. മനസ്സിലായോ? പിന്നെ ചില കാര്യങ്ങളൊക്കെ പറ്റുമോ? എന്നെപ്പോലുള്ള ഇതൊരു തപസ്യായി എടുത്തിട്ട് പറ്റൂലേ? എനിക്ക് പറ്റാത്ത കേസില്ലല്ലോ, ഞാൻ നിന്റെ ഉസ്താദല്ലേ. പിന്നെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വൈഫ് വിളിക്കും ഇവിടെ പ്രാക്ടീസ് നിൽക്കുമ്പോ, ചേട്ടാ ഉച്ചയ്ക്ക് കറി വെക്കാൻ പച്ചക്കറിയൊന്നുമില്ല, കുറച്ച് സാമ്പാർ കിറ്റ് മേടിച്ചിട്ട് വരാവോ? എനിക്കൊന്ന് പോകാൻ സമയമുണ്ടോ? ഒന്ന് നോക്കിയാലും ഞാൻ ആവുന്ന നല്ലൊരു അമ്പ് നോക്കിയെടുത്ത് ഒരൊറ്റ വിടിയില്ല. ഈ അമ്പ് ചെന്ന് പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്ത യൂട്ടേൺ എടുത്ത് തിരിച്ച് ഇവിടെ വരും. ഞാൻ ചോദിച്ചോട്ടെ, അമ്പാണോ അതോ ഓട്ടോയാണോ? ഓട്ടോ. നിങ്ങളല്ലേ കോച്ചല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓട്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക്കും സൈലന്റ് ആയിരുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോ അതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ പിന്നല്ലാതെ കോച്ചെ എനിക്കൊരു ആഗ്രഹം. എന്താണ്? തല കുത്തി നമ്പൂടാൻ പറ്റുമോ? നിനക്കൊരു നിവർത്തിയില്ലല്ലേ? തല കുത്തി കയ്യിലുള്ള അമ്പ് നേരെ വിടാൻ നോക്കാം, എന്നിട്ടല്ലേ തല കുത്തി നമ്പ് വിടാം. അല്ല, ഇവൻ പറഞ്ഞല്ലോ അപ്പൊ കോച്ച് തല കുത്തി നമ്പ് വിടും. ഞാൻ ഇങ്ങനെ പല പരിപാടിയും കാണിക്കും. ഞാൻ പണ്ടൊരു അമ്പ് വിട്ടിട്ട് ഇപ്പോഴും അത് എവിടെയൊന്നും ഒരു പിടുത്തമില്ല. ആര് പറഞ്ഞു? ആ അമ്പിന്റെ ഒരു ചാലുള്ള ഒരു കൊച്ചമ്പ് ഇപ്പോഴും ആ തൃശ്ശൂർ അംഗനവാടി പഠിച്ചോണ്ട്. ഇതെന്താണ് എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെ നീ എന്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല, അതാണ് നിന്റെ പ്രശ്നം. കണ്ടിട്ടില്ല, കേട്ടോണ്ടിരിക്കുവല്ലേ. മോനെ വെച്ച് സംസാരിക്കണം. ഈ അമ്പിന് മോനെ ഉണ്ടല്ലോ, അതാണ്. അതായിരിക്കും. അതെ, ഒരു വഴി നിന്നെ കുറിച്ച് എന്റെ ശിഷ്യം പഠിപ്പിക്കും. ഞാൻ പോയി 50 വിട്ടിട്ട് വരാം. 50 വിട്ടിട്ട് വരാന്നോ? 50? നിങ്ങളല്ലേ പറഞ്ഞ 50 വിട്ടിട്ട് വരാം? പറഞ്ഞില്ലേ അങ്ങനെ? എടാ 50 അല്ല, ഞാൻ പോയി 1 വിട്ടിട്ട് വരാം. എന്തിനാണ് ഉച്ചക്ക് 50 വിടുന്നത്? എന്തിനാണ്? എനിക്ക് ഊണ് മുമ്പ് 1 വിടണം. അതോ വരൂ. ഇതാണ് വില്ല്, ഇതാണ് അമ്പ്. അയ്യോ, എനിക്കറിയാം, ഞാൻ TV കണ്ടിട്ടുണ്ട്. കോച്ചേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു ആവനാഴിയിൽ എത്ര അമ്പ് കാണും കോച്ചെ? ഉള്ളാണ് 12 ബെഗ്, പൈനാണ് 6 ബെഗ്. എന്നാ പറഞ്ഞേ? നീ പെഗിന്റെ കാര്യം പറഞ്ഞേ? കായിക താരങ്ങൾ മദ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന അറിയാൻ പറ്റില്ലേ? ലഹരി മുക്തമാണ് കായിക താരങ്ങൾ. മനസ്സിലായോ? കോച്ച് ഇപ്പൊ പറഞ്ഞു 12 പെഗെന്ന്. പെട്ടെന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ
ഒരാവനാഴിയിൽ 12 അമ്പ്, ഒരു ഡസൻ അമ്പേ വരുള്ളൂ. അതാണ് പറഞ്ഞത്. കോച്ച ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നൈസായിട്ട് അമ്പ് വിട്ടോട്ടെ, പള്ളി പോയി പറഞ്ഞാൽ മതി. ഇതിനെ കളിക്കണമെങ്കിൽ നീ കാശ് മുടക്കി മേടിച്ചോണ്ട് വരണം. എന്റെ കാശ് മുടക്കി മേടിച്ച് കളിക്കാൻ പറ്റത്തില്ല. അവൻ ഇത് കുടിക്കണ കാര്യമല്ല പറഞ്ഞത്, അമ്പ് വിടണ കാര്യ പറഞ്ഞത്. ഞാനും അത് തന്നെ പറഞ്ഞത്. നിനക്ക് കമ്പ് വിടണമെന്ന് അങ്ങനെ ചാടിക്കറി അമ്പ് വിടാൻ പറ്റത്തില്ല. പിന്നെ നീ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ. അതോ അപ്പൊ അതിന് ചില രീതികളും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്താണ് ചടങ്ങ്? എന്താ പറയൂ കേക്കട്ടെ. ദക്ഷിണ കാശിയ അത് പറ. അപ്പൊ ഇവിടെ സ്പോർട്സ് മാത്രമല്ല, ആർട്സും ഉണ്ട്, ക്ലാസിക്കൽ സംഗീതം. പറഞ്ഞു കൊടുക്കാൻ അതല്ലെന്ന്, പിന്നെ ദക്ഷിണ കാശിത. അയ്യോ ഞാൻ അത് മറന്നുപോയി. കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. പിടിച്ചേ. വെറ്റില, അടയ്ക്ക, അതുപോലെ തന്നെ വെള്ളി രൂപ. അപ്പൊ നിനക്ക് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ മതിയോ? അതിനങ്ങനെ ചോദിച്ചേ. വെള്ളി രൂപ വെച്ചുകൊണ്ട് ചോദിച്ചാ മാറ്റി തരാം. 500 നോട്ട്. ഇപ്പം ചെറിയ ഗോൾഡിന് സാധ്യതയുണ്ട്. 500 വെച്ച ഗോൾഡ് കിട്ടും. കിട്ടും. ഇവനെയൊക്കെ എങ്ങനെ ഒളിമ്പിക്സ് സെക്രട്ടറി ആര് വിടണം ഇവനെ? 500 രൂപ പിടിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ 50 തന്ന കോഴിയുടെ ഉടമസ്ഥ മറ്റേ രമണിക്ക് കൊടുത്തേക്കണം. ആടിനെ പിന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ് ഇപ്പൊ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും ഇല്ലല്ലോ. എല്ലാ സമയത്തും അമ്പയത്ത് എപ്പോഴും ഉണ്ടോ? അമ്പയത്തെപ്പോഴും ഇല്ല. ഇല്ല. ആ മത്സര സമയത്ത് മാത്രമേ. അപ്പൊ ഈ ഓഫ് സീസണിൽ നിങ്ങൾ എന്താ ചെയ്യണേ? എന്താണ് അതാ ഞാൻ ചോദിച്ചത്. ഓഫ് സീസണില് ചെയ്യണം. 1 2 3 4 ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുത്ത താരുണ്യ ഇതെന്താണ് സംഭവം? എന്താണ് അമ്പയത്ത് പഠിപ്പിക്കുന്ന ഇതെന്താ സംഭവം? എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇത് വിൽപ്പാട്ട്. അങ്ങനെ മൾട്ടിപർപ്പസ് എക്യുപ്മെന്റ്സ് ആണ് ഇരിക്കുന്നത്. മനസ്സിലായില്ല. അങ്ങോട്ട് വെച്ചാൽ ആർട്സ്, ഇങ്ങോട്ട് വെച്ചാൽ സ്പോർട്സ്. എന്ന് വെച്ചാ അങ്ങോട്ട് വെച്ചാൽ അമ്പയത്ത്, ഇങ്ങോട്ട് വെച്ചാൽ വിൽപ്പാട്ട്. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നൊരു കലയാണിത്. അച്ഛൻ വിൽപ്പാട്ടാണോ? അച്ഛൻ വിൽപ്പാട്ടൊന്നുമില്ല, അച്ഛൻ ഐറ്റം വേറെ. അത് പ്രവേശനൊരു പരിപാടിയല്ല. ഐറ്റം വേറെ, അത് ഇത് ഐറ്റം വേറെ, ഇത് അച്ഛൻ ഐറ്റം വേറെ. അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛനെ കുറിച്ച് അച്ഛനെ വീട്ടിലൊന്നും വന്നാൽ കാണാൻ പറ്റത്തില്ല. ഫുൾ ടൈം ആറ്റിലായിരിക്കും. ആറ്റിമീനാണോ അച്ഛൻ? എന്റെ അച്ഛൻ നീന്തൽ താരമായിരുന്നു. ഒളിമ്പ്യനാഥം. നീന്തൽ താരാണോ? പിന്നെ അച്ഛൻ നീന്തൽ മത്സരത്തിന് ഇറങ്ങിയാൽ ഗോൾഡും കൊണ്ടേ വരും. ഇറങ്ങില്ലെങ്കിൽ ഗോൾഡും കൊണ്ടേ പോകും. അമ്മയുടെ കഴുത്തൊക്കെ ഇറങ്ങണ ഗോൾഡും പറിച്ചിട്ട് പോകും. എവിടെയെങ്കിലും പണയം വെക്കും. എനിക്ക് മനസ്സിലായില്ല എന്താ പറയണത്. എങ്ങോട്ട് ഞാൻ ഗോൾഡ്. അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലേ. എടാ അച്ഛനെന്ന് പറഞ്ഞാൽ 1987 ഒളിമ്പിക്സ്. 87 ഒളിമ്പിക്സ് ഇല്ലല്ലോ. ഇല്ലേ? ഇല്ലില്ല. അന്നാ 1988 ഒളിമ്പിക്സ്. 88 ഒളിമ്പിക്സ് ഇല്ല. നീ പറ ഏതില്ല ഒളിമ്പിക്സ്? 89 ഒളിമ്പിക്സ്. 89 വിട്ടു തന്നിരിക്കുന്നു. 89 അമേരിക്കയിലെ ഒളിമ്പിക്സ്. അമേരിക്കയിലല്ല 89 ഒളിമ്പിക്സ്, റഷ്യയിലാണ്. ശരി, വർഷവും രാജ്യവും നിനക്ക് തന്നിരിക്കുന്നു. കഥ ഞാൻ പറയും. അതെയോ? കഥ ഞാൻ പറയും. അതെന്റെ അവകാശം, ഞാൻ പറയും. അമേരിക്കൻ ഒളിമ്പിക്സിൽ അച്ഛൻ നീന്തലല്ലേ? പിന്നെ നീന്തൽകാരല്ലേ? നീന്തൽ താരം അച്ഛൻ നീന്തലിന് പേര് കൊടുത്തു. സമയമായപ്പോൾ അച്ഛൻ ഉടനെ എണ്ണയും സോപ്പ് കൊടുത്തങ്ങ് ഇറങ്ങി. സോപ്പ് കേട്ടോ? എണ്ണയോ? അതറിയാം. എണ്ണയല്ലെന്ന്. പിന്നെ എണ്ണയും കൂട്ടി സൂട്ട് വിട്ടങ്ങോട്ട് ഇറങ്ങി. നീന്തൽ സ്യൂട്ട്, സ്വിമ്മിംഗ് സൂട്ട് വിട്ട് ഇറങ്ങി. നീന്തൽ കുളത്തിന്റെ കരയിൽ ചെന്നപ്പോ ആരൊക്കെ അവിടെ മത്സരിക്കുന്ന രാജ്യക്കാർ? ആരൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, സ്ലൊവാക്യ, സ്ലൊവേനിയ, എന്റെ ചെക്കോസ്ലോവേക്യ, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റുന്ന സകല രാജ്യക്കാരോട്. എല്ലാം പുലികള്. അപ്പൊ അച്ഛനോ? അച്ഛൻ സിംഹല്ലേ? ആദ്യത്തെ ഫിസിലിന് ഡൈവിംഗ് ഉണ്ടല്ലോ, സ്വിമ്മിംഗ് പൂളിലേക്ക്. ആ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ അച്ഛൻ അപാര ഡൈവിംഗ്. അച്ഛൻ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാരും കടത്തി വിട്ടു. അന്ന് മത്സരത്തിന് ഫസ്റ്റ് വിസിൽ കൊടുത്തു. ആ കാണികളുടെ ഹർഷാരവം. അച്ഛൻ ഒറ്റ ഡൈവിംഗ്. ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇതേവരെ ചെയ്യാത്ത ഡൈവിംഗ് അച്ഛൻ. എന്നെ ഭയങ്കര ഡൈവിംഗ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് ഗോൾഡ് മാത്രമല്ല റെക്കോർഡും തകർത്തിട്ട് അച്ഛൻ വരും. ഞാൻ ഓടി. അല്ല, ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയി. അച്ഛൻ കയറി വരുമ്പോ തലയും തുറത്തി രാഷ്ട്രനാഥി ഇട്ട് കൊടുക്കണ്ടേ? അതിന്റെ പനി പിടിക്കും പുള്ളി. ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് ഇങ്ങനെ അച്ഛൻ വന്നാൽ നോക്കി നിൽക്കുക. എന്റെ പ്രതീക്ഷ ഈ പറഞ്ഞാൽ തിരിയാലത്തെ സകല രാജ്യക്കാരും നീന്തി കയറിപ്പോയി. പറഞ്ഞാൽ തിരിയുന്ന ശ്രീലങ്കക്കാരൻ റിസീവ്സ് വരെ മലമ്പോട്ട് വിട്ട് കയറിപ്പോയി. ഈ പുള്ളിക്കാരനെ മാത്രം കാണുന്നില്ല. എനിക്കറിയാമോ, അങ്ങനെ അപ്പായി പോയി. ഞാൻ ഓടിപ്പോയി ഒളിമ്പിക്സ് കമ്മിറ്റി അപേക്ഷ കൊടുത്തു. ഒരാൾ ചാടിയിട്ട് വന്നിട്ടില്ല, എവിടെയെങ്കിലും ചെന്ന് കണ്ടുപിടിച്ച് തന്നെ ഉണ്ട്. ഉടനെ കമ്മിറ്റി കൂടി 14 മോട്ടർ കൊണ്ടുവന്ന് വെച്ച് സ്വിമ്മിംഗ് പൂളങ്ങ് പറ്റിച്ചു നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താണ്? ഈ തന്തപ്പടി. ആ ചാടിയ ചാട്ടത്തിന്
താഴത്തെ ടൈലെ തല അടിച്ചത് ഇങ്ങനെ കിടക്കും. പിന്നെ ആംബുലൻസ് വിളിച്ച് അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. റഷ്യയിലൊക്കെ ജില്ലാ ഹോസ്പിറ്റലുണ്ട്, എല്ലായിടത്തും ജില്ലാ ഹോസ്പിറ്റലുണ്ട്. ഭാഗ്യായി. ആ അവിടെ കൊണ്ട് പിന്നെ ഒരു ഗുണമുണ്ടായി. ആ ചാട്ടം കൊണ്ട് ഒളിമ്പിക്സിനൊരു ഗുണമുണ്ടായി. ഒളിമ്പിക്സിന് എന്നെ ഗുണമുണ്ടായേ? ആ ചാടി ഇങ്ങനെ കിടന്നില്ലേ, ആ എംബ്ലം ആയിരുന്നു പിറ്റേ ഒളിമ്പിക്സിൽ ലോഗോ. ഒറ്റ ചാട്ടത്തിൽ ലോഗോ കയറി വ്യക്തിയാണ് എന്റെ അച്ഛൻ. അതെ, ഞാൻ നിങ്ങളുടെ കഥ കേട്ടോണ്ട് നിന്റെ കാര്യമില്ല. ഞാൻ നിങ്ങൾ ഇത് പഠിപ്പിക്കേണ്ടി ഒന്ന് പഠിപ്പിക്കും. എന്തോ പഠിപ്പിക്കണം. നീ ഇതെടുക്കൂ, വിൽസ് എടുക്കൂ. വിൽസാ? ബംഗാളി ബീഡിയാണ് ഈ തരാം. ബംഗാളി വീഡിയോ അതാക്കാം. വിൽസ് ഞാൻ വലിക്കത്തില്ല. പുക വലിക്കുന്ന കാര്യമാണോ? ബംഗാളി ബീഡിയാണെങ്കിൽ നല്ല പുകയായിരിക്കും. ഈ സാധനം എടുക്കാനാ പറഞ്ഞത്. ഏത് സാധനം? ഇത് ഇരിക്കണം വില്ല്. വില്ല് ആദ്യം പറഞ്ഞപ്പോ വിൽസ് എന്നാ പറഞ്ഞത്. അത് പല്ലിന്റെ വിടവെള്ളം കൊണ്ട് കയറി വന്നതാണ്. നീ അത് എടുത്തേ. നീ എടുക്കാം. അമ്പെടുക്കുക. അമ്പ് പിന്നെ ഞാൻ എടുത്തു തന്നെ. ഞാൻ എടുക്കാം. നേരെ നിൽക്കൂ. 5 വിരൽ പെരുവിരൽ മടക്കി 4 വിരൽ കൊണ്ട് ബാണമെടുത്ത് ഞാൻ തൊടുത്ത് വലിക്കൂ. ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. വിട്ടോട്ടെ ബാഹുബലി. ബാഹുബലിയോ? ഞാൻ കണ്ടായിരുന്നു സിനിമ. 10 സെക്കൻഡ് കണ്ടതാ. ഇവരെല്ലാ സിനിമയും കണ്ട് നമ്മുടെ 5 ഡയലോഗ് മുടിക്കാൻ വന്നേക്കും. എടാ നീ അങ്ങോട്ട് ലക്ഷ്യം നോക്കണം. നോക്കിയോ? നോക്കി. പ്രതീഷ് കിളിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കിളിയുടെ എന്തെല്ലാം കാണുന്നു? കിളിയുടെ കാല് കാണുന്നു. ഓക്കെ. ചുണ്ട് കാണുന്നു. അതുപോലെ വാല് കാണുന്നു. പിന്നെ ചിറക് കാണുന്നു. എന്നാലും കണ്ണ് കണ്ണെന്ന് പറയാ വലിച്ചോണം കേട്ടോ. എടാ കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് കിളിയോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിരുന്ന കാര്യം എനിക്ക് വയ്യ. എനിക്ക് ചിരിക്കാത്ത കാര്യം പറ. എടാ നിന്റെ കണ്ണ് കൊണ്ട് കിളിയുടെ കണ്ണ് കാണുന്നുണ്ടോ? എന്റെ കണ്ണ് കൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ. കിളിക്ക് എങ്ങനെ കാണാൻ പറ്റും? പറഞ്ഞു പറഞ്ഞാ. എടാ നിനക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിക്ക് 2 കണ്ണുണ്ടോ? ഉണ്ട്. കിളിയുടെ കണ്ണ് കാണുമല്ലോ. അത് കിളിയോട് ചോദിക്കുമ്പോൾ പല്ലിറുമാതെ പറ. എന്തോന്ന് നിന്റെ പൊന്നു പ്രതീക്ഷേ, നിനക്ക് കിളിയുടെ കണ്ണ് കാണാവോ? കാണാം. അവിടെ നിക്ക് അനങ്ങല്ല കേട്ടോ. കിളിയുടെ കണ്ണ് ഇപ്പൊ നിനക്ക് കാണാം. ഇനി കണ്ണടച്ച് നോക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? കൂറ്റിട്ട് എങ്ങും അന്ധകാരം. എടാ നാടകം നടാ. കുറ്റാക്കിട്ട് എങ്ങനെ ആണ്ട. 2 കണ്ണ് അടച്ചോ? എടാ ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണ് കൊണ്ട് നോക്കാൻ. എനിക്കൊരു വിഷയമുണ്ട്. ഒരു കണ്ണടച്ചാൽ മറ്റേ കണ്ണ് ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകും. ആണോ? ജന്മന ഉള്ളത്. എന്റെ പൊന്നു പ്രതീക്ഷ നിന്റെ കണ്ണട അത് പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ കത്ത് കഴിഞ്ഞിട്ട് എനിക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളല്ല പറഞ്ഞ എന്റെ കണ്ണടയാണ് പഠിക്കണം. വ്യക്തമായിട്ട് പറയൂ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇവനെല്ലാം പറഞ്ഞു. എടാ നീ ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് കിളിയെ നോക്കും. അങ്ങനെ ഞാൻ നോക്കിയല്ല. പണ്ട് ഞാനൊരു 32 വയസ്സുള്ള ഒരു കിളിയെ മറ്റേ കണ്ണിലൂടെ നോക്കി. ഭയങ്കര വിഷയം. നീ ഒരു കോപ്പം മരിക്കണം. നീ പൊക്കോ. ഞാൻ ഈ പരിപാടി 1 മാസത്തേക്ക് നിർത്തി വെച്ചു. ഇവരെ പോലെ മണ്ടനെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. ഞാൻ അങ്ങനെ പറയരുത്. ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. പറയണ ഒളിമ്പിക്സ് ഇവൻ എവിടെയെങ്കിലും പോയി ചാക്കാം. ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് മേടിക്കണം. എന്തെങ്കിലും ചെയ്തിട്ടാ എനിക്ക് ഗോൾഡ് മെഡൽ മേടിക്കണം. ഞാൻ നോക്കിട്ട് ഇനി ഒളിമ്പിക്സിൽ നിനക്ക് മേലെ മേടിക്കാൻ ഒറ്റ വഴി ഞാൻ കാണുന്നുള്ളൂ. ഒളിമ്പിക്സിൽ 2 എണ്ണം കൂടി ഉൾപ്പെടുത്തണം. അത് ഏതൊക്കെ ഐറ്റാണ്? ഒന്ന് സുന്ദരിക്ക് പൊട്ടുതരി, ഒന്ന് കലം തല്ലി പൊട്ട്. ഈ 2 ഉൾപ്പെടുത്തിയാൽ നിനക്ക് മെഡൽ ഉറപ്പ്. പിന്നല്ലാതെ വേറെ ചാക്കോ. എന്റെ പൊന്ന് സാറ്, എന്റെ പേര് ചാക്കോ എന്നല്ല സഹദേവൻ എന്നാണ്. ഞാൻ ചാക്കോ എന്ന് വിളിച്ച് ശീലിച്ച് ആ മീറ്ററിൽ കിടക്കുക. ഇനി പേര് മാറ്റി വിളിച്ചാൽ മീറ്റർ തെറ്റുവന്നു. അന്നത്തെ സാറിന്റെ കാര്യം സഹദേവനെ പകുതിയാക്കിയിട്ട് എന്നെ സഹോന്ന് വിളിച്ചോ. അപ്പൊ സിനിമമാര് പോകത്തില്ലേ? CBI മാറിട്ട് കട്ടപ്പള്ളി ഋതിക് റോഷൻ ആയി പോകത്തില്ല. എടോ ഞാൻ വിളിക്കുമ്പോ താൻ വിളി കേക്കണ്ട. ഒന്ന് മൂളാവോ? മൂളാ സാറേ. ചാക്കോ. അതെന്നാ മൂളിലടതാ മൂളി? അല്ല സാറേ, അത് ഞാൻ വേറെ ഉണ്ടാക്കണമെന്നല്ലേ എന്റെ മൂളിന്റെ അർത്ഥം. ഇല്ല സാറേ, അത് ഓഡിയോയുടെ പ്രശ്നമാണ്. എക്സ്പ്രഷൻ കറക്റ്റ് ആയിരുന്നു സാറേ. 2 കൂടെ കറക്റ്റ് ചെയ്ത് മൂളു. മൂള. ചാക്കോ ഡെമ്മി എടുക്കൂ. സാറേ ഡെമ്മി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ഡെമ്മി നാട്ടെ എന്ത് തോന്നിയാ സാറ്? എന്നാ സാറേ? എടോ മരിച്ചവരുടെ ആണല്ലേ? പിന്നെ താനും പെണ്ണിന്റെ ഡെമ്മി ആയിട്ട് വന്നേക്കുന്നു. സാറേ പെണ്ണിന്റെ ഡെമ്മി ആകുമ്പോ പിടിച്ചോണ്ട് ഒരു സുഖം ഉണ്ടോ സാറേ? അതാണ്. തനിക്ക് സൂചിക്കാനാണോ CBI കേസ് എടുത്തില്ല? അല്ല സാറേ. ചാക്കോ
ഇവിടെ വിളിക്കുമ്പോ മുക്കാനല്ല മൂളാനാണ് പറഞ്ഞത്. ഇതല്ല സാറേ, ഞാൻ ഈ ഡെമ്മി ഒന്ന് വെച്ചോട്ടെ സാറേ. ഇതുവരെ അതിൽ പിടിവിട്ടില്ലേ? പിടി വിട്ട് നിൽക്കുവാണ് സാർ. തന്റെ പിടിവിട്ട് നിൽക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ താനും വഴി തെറ്റും, ഈ കേസും വഴി തെറ്റിക്കും, എന്നെ ഒരുപാട് തെറ്റിക്കും. ഇല്ല സാറേ, ഞാൻ വഴി തെറ്റിക്കില്ല സാറേ, തെറ്റിക്കില്ല. ചാക്കോ, ഇന്നലെ നാദാപുരത്ത് മഴ പെയ്തിരുന്നോ? സാറേ, നമ്മുടെ കേസ് നടക്കുന്ന തൊടുപുഴയാണ്, പിന്നെ എന്തിനാണ് നാദാപുരത്ത് മഴ പെയ്യോന്ന് ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എന്റെ പെണ്ണുമ്പുള്ള വീട് നാദാപുരത്ത്, അവിടെ മഴ പെയ്യോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചു ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാ കേട്ടോ, നാദാപുരത്ത് ഇന്നലെ വെള്ളൊരു വെട്ടി മഴ പെയ്തു. ദൈവമേ, അമ്മായി അമ്മേനെ കാത്തോണ്ട് അവരുടെ പെൻഷന്റെ പുറത്താ മുന്നോട്ട് പോകുന്നു. സാറേ, ഇതാ സാർ, എന്താണോ ഇത്? തുമ്പിന്റെ കേസാണ് സാർ. തുമ്പിന്റെ കേസോ? അല്ലല്ല, കേസിന്റെ തുമ്പാണ് സാർ. ഇത് ഇങ്ങോട്ട് തീറ്റിപ്പിടിച്ചില്ല, എന്താണോ കാര്യം? സാറേ, ഈ FIR ഒന്ന് വായിക്കും സാർ. എന്റെ കൈ ഫ്രീ അല്ല, പുറകെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സാറേ, ആ കൈയൊന്ന് അഴിച്ചിട്ട് ഇത് വായിക്കാൻ പാടില്ല സാർ. അഴിച്ചാ വട്ടം പൊളിയും. അതിനാ സാറേ? നേരെ ഈ കൈ വന്ന് തല ചൊറിയും. താൻ തന്റെ തലയിലൊക്കെ ഒന്ന് നോക്കി. സാറേ, ഈ ഭാഗത്ത് മുടിയില്ലോ സാറേ. എങ്ങനെ ഉണ്ടാവൂടോ? അതിനാ 6 പാർട്ട് നിർത്താതെ ചൊറിഞ്ഞ് മുടി മുഴുവൻ പറഞ്ഞു സാറേ, എന്തെങ്കിലും ചെയ്യ സാറേ. നമ്മൾ ഒരു പണി, നമ്മളിപ്പോ എവിടെ വന്ന് നിൽക്കുന്നത്? സാറേ, നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വീടാണ് സാർ. കൊള്ളാം. എത്ര രൂപ കൊടുത്ത ഈ വീട് കിട്ടുള്ളൂ? സാറേ, നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ സാറേ. അല്ലെന്ന് തനിക്ക് അറിയാലോ? അറിയാം. എന്നാ പിന്നെ ജോർജ് കുട്ടിയോട് ചോദിക്കൂ. സാർ, എടോ ജോർജ് കുട്ടി. ഇതാരോട്? ജോർജ് കുട്ടിയാണ് സാർ. പറിച്ചു വെച്ചേക്കുവാ കേട്ടോ, ജോർജ് കുട്ടീനെ. ഇഞ്ചി പറിച്ചു വെച്ചേക്കുവാ. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഐ ആം സേതുരാമർ ഫ്രം SBI. ഞാൻ SBI ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ വന്നോളൂ സാറേ. SBI അല്ല സാറ്, CBI. ഓ, എനിക്ക് എസും സിയും തെങ്ങും അറിഞ്ഞു പോകൂടും. അപ്പൊ ബി അറിയത്തില്ലേ? ഈ സെന്ററിൽ കിടക്കല്ലേ, മറിയാനുള്ള സ്പേസ് ഇല്ല. സാറേ, CBI എന്ന് പറ സാറേ. ജോർജ് കുട്ടി, ഇയാൾ ഇങ്ങനെ നിൽക്കണേ. ഇയാളെന്താണോ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ക്യാരറ്റ് പിടിച്ചാണ് സാർ. ചാറ്റം പിടിച്ച് നിൽക്കാൻ താൻ മുയലാണോ? സാറേ, സാറേ, എന്താണ് സാറേ ഇത്തോടെ സ്റ്റാൻഡേർഡുള്ള കോമഡി പറ സാറേ. സാറൊന്നുമല്ലോ ഒരു CBI അല്ലേ? ആര് പറഞ്ഞു ഞാൻ CPI? ഞാൻ കേരള കോൺഗ്രസ് ക്യൂ ആണ്. കേരള കോൺഗ്രസ്. സാറേ, പൊളിറ്റിക്സ് അല്ല പറഞ്ഞ സാർ, ഒരു CBI അല്ലേ? കുറച്ചുകൂടെ സെറ്റപ്പ് സാർ. മിസ്റ്റർ ജോർജ് കുട്ടി, വരണെന്ത് പറ്റി? എനിക്ക് വരണറിയാമോ? എനിക്ക് വരാനും അറിയാം, പോകാനും അറിയാം സാർ. ചമ്മിയല്ലോ രാവിലെ. സാറിന്റെ മുഖം ചമ്മിയ പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. എല്ലാം ചമ്മിച്ചല്ലേ? ഇല്ലെന്ന് സാർ ചെല്ലു സാർ. മിസ്റ്റർ ജോർജ് കുട്ടി, സാർ. തനിക്ക് വരാനും പോകാനും അറിയാമെന്നല്ല ചോദിച്ചത്, പിന്നെ? മരിച്ച വരനെ അറിയാമോന്ന്. സാറേ, ഫോൺ വന്നു സാറേ. ഓ, ഈ മരിച്ച വരന് 100 ആയുസ കേട്ടോ. അതിനാ സാറേ? അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ കളക്ടർ പ്രഭാകരൻ വിളിക്കുന്നു. എടുക്ക് സാറേ, എടുക്ക്. ഹലോ, CBI സേതുരാമൻ സ്പീക്കിംഗ്. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ആയിക്കോട്ടെ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് മനസ്സിലായി. Calling- ഫോൺ കോളും കോളിംഗ് ബെല്ലും വരുന്നതായിട്ട് തോന്നുന്നു, അല്ലേ? അതല്ലേ? അതെ. എന്റെ പൊന്നു പ്രഭാകർജി, ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയേ ഉള്ളൂ സൈറ്റിൽ. എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ. ക്ഷമിക്കണം കേട്ടോ. അയ്യോ, ക്ഷമിച്ചേക്കാം. കുഞ്ഞേ, ഈ കേസ് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി ഫോൺ ചെയ്യത്തുള്ള ശല്യം അറിയാമോ? ഇവന്റെ നമ്പർ നോക്കിയതൊക്കെ ഇവനെ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നും അറിയണം. അതാണ് സാറേ നല്ലത്. ചോദിക്കുക സാറേ. ജോർജ് കുട്ടി, സാർ. എന്താണ് സംഭവിച്ചത്? പറഞ്ഞു സാർ, ഭാര്യയും 2 മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിൻ്റെ. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. അന്നാ പെട്ടു. ക്ഷണിക്കപ്പെടാതെ അത് വീട്ടിലേക്ക് വന്ന് കയറിയാ പെട്ടുപോകും. രാത്രിയാണെ പ്രത്യേകിച്ചും വല്ലതും വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒരു കോഴിനെ പിടിച്ച് കറി വെക്കുക, കപ്പ കുറച്ച് മുഴുങ്ങുക, സെറ്റ് ചെയ്യുക. ചിക്കനും കപ്പ ഉണ്ടാക്കണ കാര്യം പറയും സാർ. എന്തോ ഈ പറയുന്നത്? പിന്നെ ഒരു അതിഥി വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ? സാർ എന്നാ ഈ പറയുന്നത്? തന്നെ വീട്ടിൽ ആദ്യം വന്ന് താങ്ക് കോഴി വെച്ച് കൊടുക്കുകയല്ലോ. ഞാൻ പന്നി വളർത്തി കൊടുക്കും. അത് ശരി. അപ്പൊ താനിക്ക് പന്നി ഉണ്ടാക്കി കൊടുക്കാം. ആ പാവപ്പെട്ട കോഴി വെച്ച് കൊടുത്താലോ കഴിക്കാൻ വല്ലോ. ഇവനെ ജോർജ് കുട്ടി, തനി കോഴിയോ ബീഫോ ചിക്കനോ മേടിച്ചോ, ഞാൻ പൈസ തരും. ഈ പന്നൻ പച്ചക്ക് കൊടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നപ്പോ ഇവൻ ചക്കപ്പുഴുക്കും മത്തിക്കറി കഴിച്ചിട്ട് എനിക്ക് തുള്ളി തന്നില്ല. എന്താണ് സാറേ പറയുന്നത്? സാറേ, കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല. കേസിലേക്ക് വാ സാറേ. പ്രതീക്ഷിക്കാതെ അതിന് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോടും. സാറേ, എനിക്കൊരു അവസരം എന്താ സാറേ? ഈ പന്നിനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹദേവം പറയിക്കാം. താൻ മാറിക്കും. എടോ, ദൃശ്യം മണ്ണിൽ തനിക്ക് സമയം തന്നാണോ? താൻ വല്ലതും ഉണ്ടാക്കിയോ? തന്റെ അടുത്തായിട്ട് ആ കേസ് കളിയാതെ പോയി. താൻ ഒറ്റ കാണാൻ ദൃശ്യം 2 കണ്ടു വന്നത് എത്ര രൂപ ചെലവായെന്നറിയോ? സാറേ, ഒരു അവസരം എന്താ സാറേ? ഇവനെ തത്ത പറയിക്കണ പോലെ ഈ സഹദേവം പറയിക്കും. താൻ പറയിക്കും. എന്നാ പണയ്ക്ക് കാണട്ടെ. ചാക്കോ, സ്റ്റോപ്പ് ഇറ്റ്. എന്നാ സാറേ? കൈ കെട്ടാനുള്ള പേറ്റന്റ് ഇരിക്കാം. പരാജയം സാറേ. എടാ ജോർജ് കുട്ടി,
സർ. ചോദിക്കണേന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. Yes, sir. പറയടാ, മെയ് 2 എന്താണ് സംഭവിച്ചത്? മെയ് 2 അല്ല, സെപ്റ്റംബർ 2 എന്താണ്? സെപ്റ്റംബർ ഒക്ടോബറാണ് സാറേ. ഒക്ടോബർ ഗാന്ധി എന്തിയാണ് അപ്പൊ കർക്കടകം ഇതിനാണോ സാറേ? എടാ കാല നീ എന്നാലും ഓഗസ്റ്റ് 2 പറയല്ലോ. കിട്ടിപ്പോയി. സത്യം പറയണം. ഓഗസ്റ്റ് 2 എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല സാർ. ഓർമ്മശക്തിക്ക് വലിയ ചന്ദ്രനാദി ബെസ്റ്റാ. അപ്പൊ കപകെട്ടിനോ? മമ്മൂട്ടി ചമ്മില്ലേ ചമ്മില്ലേ ഇതാണ് പറഞ്ഞത്. തല ഇരിക്കുമ്പോ വാലാടണ്ട. വാല അനങ്ങിയാ കുഴപ്പമുണ്ടോ സാർ? വാലനങ്ങണ്ട, ചത്തതുപോലെ കിടന്നാ മതി. എങ്ങനെ ചോദിക്കണം ഞാൻ കാണിച്ചിരുന്നു. ജോജൂട്ടി, അന്നെന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് 2? സാർ, പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. ഉയ്യോ, സാറേ, റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി എന്നാ ടേസ്റ്റ് അറിയോ? ആടോ താൻ കഴിച്ചിട്ടില്ലേ? കറക്റ്റാ. ആ ബിരിയാണിക്കകത്തൊരു മുട്ട ഇരിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാറേ, എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ. ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല അവിടുന്ന്. ആ തനിക്ക് കിട്ടത്തില്ല. ഹോട്ടലിൽ കയറുമ്പോ വെയിറ്റർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലേ, അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കണം മുട്ടയുണ്ടോ. അപ്പൊ അവൻ മുട്ടയുണ്ടെന്ന് പറഞ്ഞാല് ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ. സാർ എന്താണ് സാറേ? മുട്ടയില്ലാത്ത ബിരിയാണി തന്നെ കേസ് മുഴുവൻ ചീറ്റി പോണത്. തനിക്ക് മുട്ട കിട്ടി? എനിക്ക് കിട്ടി. ആ, കിട്ടി. അവന് മുട്ട. അവന് മുട്ട. സാറ് CBI ആണ് സാറേ. നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നാണ്. ബിരിയാണിയുടെ മുട്ട വീട് സാറ് ചെല്ലു സാറേ. മിസ്റ്റർ ജോലിക്കുട്ടി, സാർ. ബിരിയാണി കാണിച്ച് CBI വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. പിന്നീട് എന്ത് സംഭവിച്ചു? സാർ, ഞാനും ഭാര്യയും മക്കളും കൂടി അവിടുത്തെ ലോഡ്ജിൽ ഒരു റൂം എടുത്തു. അടിപൊളി. ബിരിയാണി കഴിച്ചാൽ ചെറിയ ക്ഷീണം വരും. ലോഡ്ജിൽ പോയി 2 റൂം എടുത്തു. പിള്ളേര് 2 വേറെ റൂമിൽ, ഇവർ 2 ഒരു റൂമിൽ. സാർ അങ്ങനെ വേറെ റൂമിൽ? പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആടും. 2 റൂം എടുത്തിട്ട് പറയൂ. സാറേ, 2 റൂമല്ല, ഞാൻ ഒരു റൂമേ എടുത്തുള്ളൂ. ഒരു റൂം എടുത്തുള്ളൂ. എന്തിനാണോ ആ കാശ് ചുമ്മാ കളഞ്ഞ? ആ കാശ് കൊടുക്കൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി 2 റൂമിൽ കിടന്നാൽ പോലെ. സോറി സാർ. സാറേ ഫോണിൽ മെസ്സേജ്. അയ്യോ, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ്. വാട്സപ്പിൽ മെസ്സേജ് കണ്ടെടുക്കും. സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും. അല്ല കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാറേ. കേട്ട് നോക്കാം സാറേ. അമേരിക്കയിലുള്ള വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഫോൺ കോളും കോളിംഗ് ശബ്ദവും. അവന്റെ ബെല്ലി ആ വാട്സപ്പ് അന്വേഷണം ചെയ്തേ സാറേ. എത്രയും പെടുത്തുന്ന ഒരാളെ പറഞ്ഞു വിട്ട് അവന്റെ ലാൻഡ് ഫോണും കോളിംഗ് ബെല്ലും കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ജോർജ് പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ, ഭാര്യയും 2 മക്കളും ഒരു കൊച്ചു കുടുംബമാണ് സാർ. പിന്നെ ഞാൻ വീട്ടിൽ ഫാം നടത്തുമല്ലേ. എല്ലാവർക്കും ഒരുത്തനോട് ചോദിച്ച അമേരിക്ക, ഒരുത്തനോട് ചോദിച്ച അവന്റെ കൊച്ചു കുടുംബം. ഇതെന്നാണോ ഇത്? കഷ്ടമാണല്ലോ ചക്കോ. ഇങ്ങോട്ടൊരു ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല സാറേ. ഇവൻ ജോർജ് കുട്ടിയാണ്. എന്റെ ദൈവമേ, കേസ് ആണോ? പിന്നെ സാർ, ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല. അത് പറ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവന്റെ പുറകെ അല്ല, ഇവൻ നമ്മളുടെ മുമ്പെയാണ്. അത് 2 ഒന്നല്ലേ സാറേ? ആയിക്കോട്ടെ. എടോ, എനിക്ക് ഡയലോഗ് ഇല്ലാതെ പുഴുക്കണ്ടെന്ന് കരുതി ഞാൻ കൈ നിട്ട് പറഞ്ഞു. അതിൽ പിടിച്ചാടല്ലേ? ഇല്ല, പറഞ്ഞു സാറേ, പറഞ്ഞു. CBIയുടെ ബുദ്ധി എന്താണെന്ന് ഞാൻ ഇവന് മനസ്സിലാക്കി കൊടുക്കാം. വേണം സാറേ, മനസ്സിലാക്കി കൊടുക്കാം. എന്തിനാണ് സാറേ ആ കപ്പ് പൊട്ടിച്ചളഞ്ഞത്? എടോ, അവന് ചെവി കേൾക്കാമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താ. ഇത്ര നേരം അവൻ നമ്മോട് സംസാരിച്ചോണ്ടിരുന്നല്ലേ? അത് അവന്റെ അഭിനയമാണെങ്കിലും. കപ്പ് പൊട്ടിച്ചു. ഞാനല്ല, സാറാണ് പൊട്ടിച്ചത്. താൻ എന്ത് വെളിവോട്ടവനാണോ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന കപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പറ്റിയത് തന്നെയൊക്കെ ആരാണോ CBI എടുത്തത്? എന്നെ ആരോടോ CBI എനിക്കറിയാമല്ല. ഡൽഹി വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു തന്നാ മതിയോ? എന്തോരം വില ഉണ്ടായിരുന്നോ? എന്റെ കൂട്ടുകാർ ദുബായിൽ കൊണ്ടുവന്ന കപ്പാ ഇത്. ദുബായിന്ന് വന്നിട്ട് കപ്പാണോ കൊണ്ടുവന്നത്? പിന്നെ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നായിരുന്നു എന്ന് അതേട് നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതിന്റെ പിന്നെ സാറ് നേരത്തെ സാറിന് അവന്റെ കൂടുതൽ വെള്ളം അടിക്കാൻ പോകണോ സാറേ? അവൻ പ്രതിയാണ്. സാറേ, ഇപ്പൊ ഞാൻ കയറി ഒന്നങ്ങ് അടിച്ചാലോ? പറ്റത്തില്ല. ഞാൻ അടിക്കാറിക്കുമ്പോ താൻ സമ്മതിച്ചല്ലോ. ഞാൻ ഇണങ്ങി നിക്കണം. സാറേ, വെള്ളം അടിക്കണാരല്ലേ ചോദിച്ചാൽ ഞാൻ ഒറ്റ അടി കൊടുത്ത് അവനെ കൊണ്ട് സത്യം പറയിച്ചാലോ? നോ തക്കോ. CBI കേസ് കളിക്കുന്നത് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിട്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാണ്. അതാ കപ്പ് പൊട്ടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഇവനെ മാനസികമായി ഞാൻ തകർക്കും. അവന്റെ പാത്രം മുഴുവൻ തകർക്കൂല്ലേ സാറ്? താൻ എന്നെ തകർക്കാൻ കൂടെ നടക്കും. ഇല്ല സാറേ, ഞാൻ തകർക്കില്ല. സാറ് തകർത്തു ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങൾക്കിനി രക്ഷയില്ല. CBIയുടെ വല നിങ്ങളിൽ മുറുകി കഴിഞ്ഞു.
വരുണിനെ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടതും അതിന്ന് മാന്തിയെടുത്ത് അസ്ഥികുടം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തതും താനാണ് തെളിഞ്ഞു കഴിഞ്ഞു. CBIക്ക് വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞു. സാറേ നമ്മുടെ കയ്യിൽ ഒരു തെളിവും കിട്ടിയിട്ടില്ല സാറേ. ഇല്ലെന്ന് നമ്മുടെ ആപ്പാട് 3 പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ തെളിവുണ്ടാ കിട്ടി. അപ്പൊ താൻ ദൃശ്യം 1 ഉം 2 ഉം കണ്ടില്ലേ? അത് കൃത്യമായിട്ട് പറയുന്നു ഇവനെ കൊന്നെന്ന്. വീഡിയോ വിത്ത് മ്യൂസിക്. ഇത് വെച്ചിട്ടാണോ പിടിക്കാൻ പോണത്? ഫോൺ അടിക്കുന്നു. ഇവിടെ തന്നോട് പറഞ്ഞിട്ട് ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. സാറേ ക്ഷമിക്കണം. വീട്ടിൽ നിന്ന് ഭാര്യ വല്ലതും വിളിച്ചായിരിക്കും സാറേ. ക്ഷമിക്കണം. ഹലോ ഹലോ, സേതുരാമയ്യർ സാർ ഉണ്ടോ? സാറേ എന്റെ ഭാര്യയല്ല, സാറിനെ ഏതോ സെറ്റപ്പ് വിളിക്കണം. അല്ല, കേസിന്റെ കാര്യത്തിന് ആരോ വിളിക്കണം. ഒരു പെണ്ണാണ്. ആ ഹലോ, സേതുരാമയ്യർ CBI. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. വരണിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. എടാ പട്ടി വരണം എന്താ സംഭവിച്ചത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലേ ഇപ്പോഴാ പിടികിട്ടിയത്. എടാ ആ പാവത്തിന് ആരും കൊന്നതല്ല, നിന്റെ ശല്യം കാരണം അത് തന്നെ കുത്തി ചത്തതായിരിക്കും. ഒരു പരിചയമില്ലാത്ത എന്നോട് ഈ ദ്രോഹം ചെയ്യുമ്പോ ആ സ്വന്തം വീട്ടിൽ താമസിച്ച ആ പയ്യനോട് ഇവൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു കാണും. പറയൂ സാർ, ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. നിന്റെ കൊച്ചു കുടുംബമായി പോയത് നിന്റെ കഴിവ് കേട്. അതിന് CBI എന്നാ പഠിച്ചടാ സാറേ. അപ്പൊ ജോർജ് കുട്ടി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. അത് എന്നോടാണോ ചോദിക്കുന്നത്? ആരോട് ചോദിക്കും? ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞു തരും. ഇതൈറ്റം വേറെ. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. കല്യാണവേ കൊച്ചാലുമൂടെ മാങ്ങാങ്കുഴി പോരപ്പെടുന്നു. രഘുമോനെ മരുമോനെ യാത്രയോഗ്യതയാക്കിയ ഗാഡി നമ്പർ 1, 2, 3 പരശുരാം എക്സ്പ്രസ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആരാ കൂന്ന്? ഞാനാണോ? നിക്കവിടെ. ഇതെന്താടാ കോടാലിയൊക്കെ ആയിട്ട്? പിന്നെ പരശുരാമൻ പിന്നെ കോടാലി അല്ലാതെ പിന്നെ തൂമ്പ എടുത്തോണ്ട് വരാൻ പറ്റുമോ? എടാ മേളിൽ ഇലക്ട്രിക് ട്രെയിനാ, നീ കരിഞ്ഞു പോത്തേ ഉള്ളൂ. ഈ ട്രെയിൻ കൊണ്ടുപോയി. ഇത് പഴയ ട്രെയിനാ, പുതിയ ട്രെയിൻ എടുത്തോണ്ട് വാടാ. കൊണ്ടുപോടാ ട്രെയിൻ. നീ എവിടെ പോടാ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വലിയ സംഭവം ഉണ്ടായി. എന്താടാ? ഒരു ലോറിയെ 2 ജീപ്പ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചടാ. എന്നാ ഒരു ജീപ്പ് കുഞ്ഞിനെ എനിക്കൂടെ കൊണ്ട് തരാൻ വയ്യായിരുന്നോടാ? പോടാ അവിടുന്ന്. അപ്പൊ മറ്റേ ജീപ്പ് കുഞ്ഞിന് സങ്കടം വരത്തില്ലേടാ? അത് ശരിയാടാ. നീ എവിടെ? ഞാൻ പോടാ. നീ എവിടെ പോവാടാ? ഞാൻ നടക്കാൻ പോവാ. നടക്കാൻ എന്തിനാടാ പോകുന്നേ? പോകുന്ന വഴി അങ്ങ് നടന്നാ പോരെ? അയ്യോ, അത് ശരിയാണല്ലോടാ. ആ. ഇനി തൊട്ട് പോകുന്ന വഴിക്ക് നടക്കാം. നീ എവിടെ പോവാ? ഞാൻ കവല വരെ പോവാ. നിനക്ക് വല്ല വേണോടാ? എനിക്കൊരെണ്ണം വേണം. ഇനി വേറെ വല്ല വേണോ? ഒരു സൂപ്പർ ഗ്ലൂ വേണം. സൂപ്പർ ഗ്ലൂ എന്തിനാടാ നിനക്ക്? എടാ ഓസാമ്പാളിക്ക് ഒരു ഓട്ട, അത് അടച്ചു കൊടുക്കാന്ന് ഞാൻ ഏറ്റുപോയടാ. നീ എന്തിനാടാ കണ്ടവന്മാരൊക്കെ പറയുന്ന ഏക്കാൻ പോകുന്നേ? നീ വല്ല ഓട്ടോ എടുത്തോണ്ട് പോകും. എന്നാ കാണിക്കുവാ? ചുമ്മാ ആണ് നിന്നെയൊക്കെ പ്രാന്താന്ന് വിളിക്കുന്നത്. എടാ അത് ഓട്ടോയാണോ? പിന്നെ എന്റെ സൈക്കിളല്ലേ? എന്റെ അണ്ണന്റെ സൈക്കിളിൽ ബെല്ലില്ല, ബ്രേക്ക് ഇല്ല, മൾഗാടില്ല. എന്റെ അണ്ണന്റെ സൈക്കിളിൽ ബെല്ലില്ല, ബ്രേക്ക് ഇല്ല, മൾഗാടില്ല. ഞാൻ നടക്കില്ല സൈക്കിള്. അയ്യോ, എന്തുവാടാ നീ ചിന്തിക്കുന്നേ? എന്ത് ചിന്തിക്കും എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇതുവരെ ആരും ചിന്തിക്കാത്ത ചിന്ത. അതെ സുമേഷേ, നമുക്ക് എന്നും ഇങ്ങനെ ഇവിടെ കിടന്നാ മതിയോ? പോരാ, ഇനി നമുക്ക് കട്ടിലിന്റെ അടി കിടക്കാം. അയ്യോ, എന്താടാ? എടാ നീ കട്ടിലിന്റെ അടിയിൽ ഇല്ലടാ. ഇല്ലേ? ഇല്ല. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എന്താടാ? നീ കട്ടിലിന് മേളിലും ഇല്ലടാ. ഇല്ലേ? ഇല്ല. അയ്യോ അയ്യോ. എന്നാടാ? എടാ സുമേഷേ, എന്നാടാ രമേശേ? എന്നെ കാണാതെ പോയടാ. ആണോ? ഒന്ന് കണ്ടുപിടിച്ചു തരാമോ? ഞാൻ കണ്ടുപിടിച്ചു തരും. ആണോ? ഞാൻ നിന്റെ കൂട്ടുകാരനാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തരും. കണ്ടുപിടിച്ചു തരാം. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയി നോക്കാം, ഞാൻ ഇവിടെ പോയി നോക്കാം. സുമേഷേ, രമേശേ, 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 രമേശേ. സുമേഷേ. ഞാൻ പറഞ്ഞില്ലേടാ കണ്ടുപിടിക്കാരാന്ന്. അതാ ഞാൻ പറഞ്ഞ ബുദ്ധി വേണം, ബുദ്ധി. എടാ ഇത്രയും ബുദ്ധിയുള്ള നിന്നെ ആരാടാ ഇവിടെ കൊണ്ടിട്ടത്? ക്രിസ്മസിന് പടക്കം പൊട്ടിച്ചതാടാ. പടക്കമൊക്കെ എല്ലാരും പൊട്ടിക്കുന്നതല്ലടാ. അതല്ലേടാ, പിന്നെ ഞങ്ങളുടെ വീട് ഒരു ഓലപ്പരയല്ലായിരുന്നോ? 5000 രൂപയുടെ പടക്കം മേടിച്ച് ഞാൻ അടുപ്പിൽ കൊണ്ടിട്ട് കത്തിച്ച്. അയ്യോ. ആ പിന്നെ പെടലിക്ക് കൂടെ ഇല്ലാത്ത കോഴിയെ കടക്ക് നിൽക്കുവോ ഇന്ന് കത്തുവായി ഞങ്ങളുടെ വീട്. എന്നിട്ട് അവസാനം ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് അത് കെടുത്തി. നീ വിഷമിക്കണ്ട, അടുത്ത ഓണത്തിന് നമുക്ക് കത്തിക്കാം. ഓണം ഇല്ലല്ലോ അടുത്ത കൊല്ലം. ആര് പറഞ്ഞു? എടാ വെള്ളപ്പൊക്കമല്ലേ?
പിന്നെ ചിങ്ങം, കന്നി, തുലാം, വ്യാഴം, വെള്ളം, വെള്ളപ്പൊക്കം. ശരിയാണല്ലോ. ആ അപ്പൊ പടക്കം നനഞ്ഞു. നനഞ്ഞു, അതാണ്. ഓ ശരി ശരി. വളപ്പുളി ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ നാളെ തന്നെ ലണ്ടനിലേക്ക് വരുന്നുണ്ട്. ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ. അയ്യോ പേടിക്കണ്ട, ഇവിടെ വന്ന രോഗികളെ ഞാൻ 10 ദിവസം കൊണ്ട് ചികിത്സിച്ച് കുട്ടപ്പനാക്കി വിടും കേട്ടാ. ഓക്കെ ശരി ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടറെ, എന്റെ പേര് സുമേഷ്, അവന്റെ പേര് രമേശ്. ഞങ്ങളെ രണ്ടുപേരെ കുട്ടപ്പന്മാരാക്കി മാറ്റല്ലേ. എടാ അങ്ങനെ കുട്ടപ്പന്മാരാക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ? രോഗം മാറ്റി നിങ്ങളെ വിടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നാ കുഴപ്പമില്ല. എടാ ഈ സുമേഷ് 28 വയസ്സായതാ. അത് ഞാനാണ്. നിങ്ങൾക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ? ഇഞ്ചക്ഷൻ എടുത്താലാ? ഇഞ്ചക്ഷൻ എടുത്താലാ? വേണ്ട. ഞാന് എനിക്കൊരു പേനയും പേപ്പറും വേണം. എന്തിനാ? ഈ ഖത്തറിന് പോകേണ്ട ട്രെയിനിന്റെ ലാൻഡ് ചെയ്യുന്ന ടൈം ട്രെയിനിന്റെ മേളിൽ കൂടെ പോകുന്നല്ലേ പ്ലെയിൻ. അതിന്റെ ലാൻഡിങ് ടൈം ഞാനല്ലേ എഴുതി കൊടുക്കുന്നേ. അതാണ് ഇത് പെരുമ്പാവൂർ വന്നാണ് ലാൻഡ് ചെയ്യുന്നത്. പെരുമ്പാവൂരാ? പിന്നെ അവിടുന്നല്ലേ ഞാൻ തടി എടുത്തോണ്ട് വരുന്നത്. അടിയെടുത്തിട്ട് വരണോ? പിന്നെ വർക്ക്ഷോപ്പിൽ ഇരിക്കുമല്ലേ എന്റെ വണ്ടി. അത് കിട്ടിയ അവിടെ ഞാൻ നേരെ പോകും ഖത്തറിന്. സൈക്കോളജിസ്റ്റിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് വഴിക്ക് ഞാൻ പോകുമെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇവിടെ വരുമ്പോ മര്യാദക്ക് ഇവിടെ നിന്നോളാം. ഇവിടെ ഒരു സാധനം നശിപ്പിച്ചു പോരുന്നു. വന്നു കഴിഞ്ഞാൽ അറിയാലോ എന്റെ സ്വഭാവം. പിണ്ടിപ്പോരുന്നു ഇവിടെ. മിണ്ടില്ല. എടാ ഈ കുടുംബം, കുട്ടികള്, കൂട്ടുകാര്, വീട്ടുകാരെന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഭവം അല്ലടാ? പിന്നെ ഭയങ്കര സംഭവല്ലേ. ആണോ? രണ്ട് ഇത്ര കാണും. അത്രയും വരുമോ? പിന്നെ 1 2 3 4 ഇത്രയുള്ള ഒരു പ്രാമം എനിക്കുണ്ടായിരുന്നു. ഇത്രോ? അത്രയില്ല, അതിന്റെ പകുതി വരും. എന്നിട്ട് എടാ ഞങ്ങൾ ഭയങ്കര പ്രാമമായിരുന്നു. എനിക്കൊരു പനി വന്നു കഴിഞ്ഞാണ്ടല്ലോ അവൾ ആവി പിടിക്കും. എന്റെ കാലം നുളിക്കുക, അവൾ അവിടെ കാലിൽ കുഴമ്പിടും. എടാ നിനക്ക് അസുഖം വരുന്നതിന് എന്തിനാടാ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്? നീ എന്താ മണ്ടനാടാ? ഞങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ? ശരിയാ. ആരെങ്കിലും ഒരാൾ ചെയ്താ പോരെ? മതി. അങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു ദിവസം ഞാൻ അവൾക്ക് ചുരിദാർ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചുരിദാർ മേടിച്ച് നീ ഇട്ടോ? ഞാൻ എന്തിനാ ഇടുന്നേ? എടാ നിങ്ങൾ രണ്ടും ഒന്നല്ലേ? അത് ശരിയാടാ. അത് ചെയ്യണ്ടേ? ഞാൻ ഓർത്തില്ല. അവക്ക് ഞാൻ മാല മേടിച്ചു കൊടുത്ത്, സാരി മേടിച്ചു കൊടുത്ത്, അങ്ങനെ എന്തെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? ആണ്. എന്നിട്ട് മറ്റ് തെറ്റാത്തവരായി ആരുണ്ട് ഗോവു? തെറ്റ് പറ്റാത്തവരാരുണ്ടെന്നല്ലേ? ഒരു പണിയില്ലാതെ ഞാൻ കടയിൽ പോയി സാധനം വെച്ച് കടയിലെ പറ്റി തെറ്റി. അങ്ങനെ പറ്റി തെറ്റിയപ്പോ അവക്ക് സങ്കടം വന്നു. അയ്യോ, അവിടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്. അതെ. എന്നിട്ട് അവള് സങ്കടപ്പെട്ടിട്ടുണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവളെ തലക്കടിച്ചു കൊന്നു. തലക്കടിച്ചു കൊന്ന? അപ്പൊ നീ നിരപരാധിയാണ്. ഞാനോ? പിന്നല്ലാതെ. നിസാരം ഒരു പേഞ്ചിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പ്രതിയെ കൈയോടെ പിടിക്കായിരുന്നു. അതെങ്ങനെ? എന്റെ ബലമായ സംശയം അവിടെ തലയെ കടിച്ചു കൊന്നത് പേനാണെന്നാണ്. അത് നിനക്കറിയാം. ഈ നാട്ടുകാർ ഇതൊക്കെ പറഞ്ഞ വിശ്വസിക്കൂ? അവന്മാർക്ക് പ്രാന്തല്ലേടാ. കറക്റ്റ്. അതാണ്. സുമേഷേ, നമുക്ക് ചാടണ്ടേ? എവിടുന്ന്? ഇവിടുന്ന്. ഞാൻ റെഡിയാണ്. നീ റെഡിയാണോ? റെഡി. കടിച്ചോ. അയ്യോ. രക്ഷപ്പെടുന്ന കാര്യമില്ലേ പറഞ്ഞേ? എനിക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ലടാ. 38 വയസ്സ് കഴിഞ്ഞാൽ രക്ഷപ്പെടത്തുള്ളതാ ജ്യോത്സ്യം പറഞ്ഞു. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്ക്. അതാണ്. അതിന് നമുക്ക് പണം വേണം. പണം ഉണ്ടാക്കാനായിട്ട് ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. എന്തുവാടാ? ഒരു വെള്ളിമൂങ്ങ. കൊണ്ടുപോടാ. ശരി. ഈ വെള്ളിമൂങ്ങ കിട്ടിട്ട് വേണം വെള്ളിയാഴ്ച ദിവസം ഒരു വെള്ളിക്കട തുടങ്ങാനിരിക്കും. കൈയൊക്കെ കെട്ടി വെച്ചേക്കുന്നേ? ഈ മൂങ്ങയൊന്നും പറന്നു പോകാനായിട്ട് ശ്രമിച്ച് ഞാൻ ആ ചിറക് പിടിച്ച് കൂട്ടി കെട്ടി വെച്ചേക്കുക. ഇത് വെള്ളിമൂങ്ങയല്ല, നമ്മുടെ ഡോക്ടറല്ലേ? അതെ. ഈ മൂങ്ങയോട് ചോദിച്ചു കഴിഞ്ഞാൽ വഴി പറഞ്ഞു തരുമല്ലോ. നീ ഇങ്ങ് വന്നേ. എന്നാ പിന്നെ അതങ്ങ് ഊരിക്കോ. ഊരടാ. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. 2 രോഗികൾ ഒരു ഡോക്ടറെ അസുഖം മാറ്റിയിരിക്കുന്നു. അതെ, സംസാരിക്കാത്ത ഡോക്ടറെ സംസാരിപ്പിച്ചിരിക്കുന്നു. പട്ട് പിടിച്ചവന്മാരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. രണ്ടിനെ ഞാൻ ഷോക്ക് അടിപ്പിച്ചു കൊല്ലും. അറിയാലോ? എങ്ങനെ ഷോക്ക് അടിപ്പിക്കാനാണ്? ഇവിടെ ഷോക്ക് അടിക്കുന്ന കറണ്ട് വേണ്ടേ? ഇവിടെ ഇനി കറണ്ട് വരത്തില്ല. അതെന്താ? ഞാൻ ഇവിടുത്തെ ഫീസ് ഊരി വെച്ചേക്കുമല്ലേ. സുമേഷേ, ഇവൻ നമ്മൾ ഒരുപാട് കറണ്ട് അടിപ്പിച്ചില്ലേ?
ഇവനെ അതിനേക്കാൾ കൂടുതൽ കറണ്ട് അടുപ്പിക്കണം. അടുപ്പിക്കണം. ആ കറണ്ട് ഇരിക്കുന്ന സ്ഥലം എനിക്കറിയാം. എന്നാ പോയി എടുത്തിട്ട് വാ. ശരി. നിന്നെ ഇന്ന് കരണ്ട് അടുപ്പിച്ച് കൊല്ലുവാടാ ഡോക്ടറെ. അടുപ്പിക്കലടാ, എല്ലാം അടുപ്പിക്കലടാ. അടിക്കടാ, 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 അടിക്കടാ. നിർത്ത്, 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 നിർത്ത്. ഈ സൈഡ് കൂടെ ഫ്രൈ ആകാനുണ്ട്. അടിക്കേ. അയ്യാ. ആ മതി 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 മതി. അയ്യോ മത്തി പൊള്ളിച്ച പോലെ ആയേ. ആ, അടക്ക്, അടക്ക്. അയ്യാ. അയ്യോ രണ്ടിനെ ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യൂടാ. ഇഞ്ചക്ഷൻ? അയ്യോ, മറന്നിരിക്കുവായിരുന്നു. ഓർപ്പിച്ച നന്നായി. എടുത്തോണ്ട് വേണം. അയ്യോ അയ്യോ കുത്തിക്കോളാ. കുത്തിക്കോളാ. ഓടല്ലേ, ഓടല്ലേ, ഓടല്ലേ. ഊരുന്നു, കുത്തുന്നു, ഊരുന്നു, കുത്തുന്നു കുത്തുന്നു. എങ്ങനുണ്ട്? കൊങ്കൺ റെയിൽവേ പോലെ ആക്കിയല്ലടാ എന്റെ വാക്ക്. ഈ കൊങ്കൺ വഴി ഞാനൊരു ട്രെയിൻ കയറ്റി വിടട്ടെ? അയ്യോ വേണ്ടേ, വേണ്ടേ? വേദനിച്ചിട്ട് വയ്യടാ. ആണോ? അതിനെന്റെ ഈ ഗുളികയുണ്ട്. ആ, അപ്പൊ ഈ ഗുളിക കൊടുക്കാം. എന്തിന്റെ ഗുളിക? പാറ്റാ ഗുളിക. അയ്യോ പാട്ടാ ഗുളി എനിക്ക് വേണ്ടേ. പാറ്റാ ഗുളിക വേണ്ടെന്നോ? എടാ പാറ്റ ഇതൊക്കെ തിന്നിട്ട് പയറ് പോലെ നടക്കുന്നത്. പിന്നെ നിനക്ക് എന്താണ് തിന്നാ കുഴപ്പം? തിന്നടാ. ഇനി പറഞ്ഞു. എങ്ങനെയുണ്ട്? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഏ? നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. എനിക്ക് കെട്ടെന്ന് അഴിച്ചു തരണം. ഏ? ഈ കെട്ടെന്ന് വേല മനസ്സിൽ വെച്ചാ മതി. ഈ കെട്ടഴിച്ചിട്ട് വേണം നിനക്ക് ഇവിടെ നിന്ന് മറ്റേ കൈക്രിയ കാണിക്കാനല്ലേ. അതനുവദിക്കില്ല. അല്ല ഇതൊന്ന് അഴിച്ചു തന്നെങ്കിൽ ഞാൻ സ്ഥലം പറഞ്ഞു തരാം. എന്നാ അഴിച്ചു കൊടുക്കടാ പാവം. അയച്ചുകൂടാ. ഞങ്ങൾക്ക് വെളി പോകാനുള്ള വഴി പറഞ്ഞു തരണം. ആ വഴി പോകാൻ വെളി പറഞ്ഞു ആ, അത് തന്നെ. ഇരിക്കൂ. നിങ്ങൾക്കപ്പോ വഴിയാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, വഴി പറയണം. വഴി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. രക്ഷപ്പെട്ടു. നേരെ അങ്ങോട്ട് പോകണം. ആ. അവിടുന്ന് സ്ട്രൈറ്റിൽ ഒരു റൈറ്റിലേക്ക് ഒരു വഴി. ആ. അവിടുന്ന് ഒരു യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴി. ആ ലെഫ്റ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് ഇറങ്ങി നിങ്ങൾ ലെഫ്റ്റ് ഇറങ്ങി റൈറ്റ് ഇറങ്ങി ലെഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ ഒരു കുളമുണ്ട്. ഈ കുളത്തിന്റെ അവിടുന്ന് സ്ട്രൈറ്റ് ഇങ്ങോട്ട് വരുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം. ബോധമുള്ളവൻ ഈ വഴിയെ പോയാ തെറ്റും. പിന്നാണോ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്? എളുപ്പമുള്ള വഴി പറയടാ. ആ മതിൽ കണ്ട? ആ. ഈ മതിൽ ചാടിക്കഴിയുമ്പോ അവിടെ ഒരു അമ്പലമുണ്ട്. ആ. അതിനപ്പുറത്ത് ഒരു പള്ളിയുണ്ട്. ആ. അത് കഴിയുമ്പോ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതാ ഓ, മനസ്സിലായ? മനസ്സിലായി. മതിലെ അമ്പലം പള്ളി പിന്നെ റെയിൽവേ സ്റ്റേഷൻ. മതിലെ അമ്പലം പള്ളി പിന്നെ റെയിൽവേ സ്റ്റേഷൻ. അയ്യോ ഇനി അവിടുന്ന് പോകണേ നമുക്ക് മാപ്പിന്റെ സഹായം വേണം. വേണം. നിങ്ങൾ എവിടെയാണ് പോകുന്ന സ്ഥലം കണ്ടു പറയും. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. ഇവന് മുഴുത്ത വട്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.